അത് തന്നെ ആയിക്കോട്ടെ, എങ്ങൾക്ക് അറിയാം. എന്താ വിചാരിച്ച് അടിച്ചെന്റെ കണ്ണിയായി കാണൂ. എന്താ വിചാരിച്ചത് മോഹൻ തോമസിനെ പറ്റിട്ട് എന്റെ ഉച്ചിഷ്ടോ അമേതു ബുൾസിറ്റ് നല്ല ഭാവി അഭിനയം അസലായിട്ടുണ്ട്. സാറായില്ലേ? നല്ല ഭാവിയുണ്ട്. അതല്ലേ? എന്താണ് പാട്ടെഴുത്താ പരിപാടി? പാട്ട് അപ്പൊ നമ്മള് ഇവരോട് ആദ്യം ചോദിച്ചവർക്ക് എന്താ പണിയെന്ന്. സത്യമായിട്ട് നിങ്ങൾക്ക് പണി, നിങ്ങളെ പണി നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ നമ്മള് നിങ്ങളെ പറ്റി ഇപ്പൊ ഒരു പാട്ട് ഇതിന്റെ തരും. അത് ഭയങ്കര സംഭവമാണ്. മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ കാണുന്നവർക്കെല്ലാവർക്കും സലാമോദിടുന്നേ. മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ കാണുന്നവർക്കെല്ലാവർക്കും സലാമോദിടുന്നേ. ഉർവേശി ചേച്ചിയും ഉണ്ടപ്പക്രു ചേട്ടനും സിദ്ദിഖ് സാറിനും സ്വാഗതമോതുന്നേ. മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ കാണുന്നവർക്കെല്ലാവർക്കും സലാമോദിടുന്നേ. മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ ജഡ്ജസിനെല്ലാവർക്കും സ്വാഗതമോതുന്നേ. അല്ലോ പണി പോയിട്ടാ. പണിയാ നമുക്ക് ഈ ചാണകത്തിന്റെ കച്ചവടാണ്. വേറെ ഒന്നും കിട്ടിയില്ല. എന്താ പറയാ, അതിന് 3 ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞാൽ കേടില്ല, പിന്നെ കള്ളന്മാരുണ്ടാവില്ല, പിന്നെ എന്താ പറയാ ഇരിക്കുന്നവരും ഗുണം കൂടും. മനസ്സിലായ? അങ്ങനെ 3 ഗുണങ്ങളായിട്ടുണ്ട്. അപ്പൊ നമ്മളത് കജ്ജി വളർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാവും ചാണത്തിന്റെ വളം. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? നമുക്ക് പയം, നേന്ത്രപ്പയം, മൈസൂർ പയം, പിന്നെ പുകമ്പയം, പിന്നെ റോബസ്റ്റ് പയം. ഇതൊക്കെ പഴങ്ങളെന്നല്ലേ പറയുന്നത്? പഴങ്ങളല്ലേ സാധാരണ നമ്മൾ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണ അറിയാ? പീങ്ങി തിന്നും. പീങ്ങി തിന്നു. നല്ല രസമായിട്ടേ തിന്നാൻ അടുക്കൊക്കെ തടി കുറയും. എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ 2-3 ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളി. അത്രയൊക്കെ വേണം, ഒന്നൊക്കെ പോരാ. ചോദിച്ചോളി. ചെറിയ ചെറിയ ചോദ്യം, കൊച്ചു കൊച്ചു ചോദ്യം കേട്ടോ. പ്രസവിക്കാത്തതും മുട്ടയിടാത്തതുമായ ജീവി ഏതാ? നമ്മൾ 6ാമത്തെ കെട്ടിയോള് 12 കൊല്ലം കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല, മുട്ടയിട്ടിട്ടില്ല. എന്നാ ഞമ്മക്ക് അതിന്റെ അഹങ്കാരം ഇല്ല കേട്ടാ. ആര് കെട്ടിയോ നിങ്ങള്? 6ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളവിടെ നഴ്സറി നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുകയാണ്. നഴ്സറിയോ? പിന്നെ 16നും 18നും കെട്ടിയ നഴ്സറി സ്കൂളൊക്കെ വേണ്ടിയിരുന്നു. സ്വന്തമായിട്ട് കൊടുക്കേണ്ടി വരും. ശരി, ചേർത്തൂല. ആകാശത്തിൽ കൂടെ പറക്കും, ഭൂമിയിൽ പ്രസവിക്കാൻ വരും. അല്ല, നിങ്ങൾ കംപ്ലീറ്റ് പ്രസവത്തിന്റെ ആൾക്കാരാണ്. ഇതും കൂടെ പറ. ഇതിനും കൂടെ ഉത്തരം പറ. ആകാശത്തിൽ കൂടെ പറക്കും, ഭൂമിയിൽ പ്രസവിക്കാൻ മാത്രം വരും. എയറോസ്റ്റസ്. ഒരു ആകാശത്ത് കൂടെ ഇങ്ങനെ പറക്കും, പ്രസവിക്കാൻ ഭൂമി തന്നെ വരണം. അവിടെ നടക്കൂല. കറക്റ്റ് ഉത്തരം കേട്ടൊക്കെ. നിങ്ങൾ ഭയങ്കര ഒരു ബുദ്ധിമാനാ. നിങ്ങൾ എയറോസ്റ്റസ് ആയിട്ടുണ്ടല്ലേ? സദാസമയവും വെളിച്ചം തരുന്ന ഒരു ജീവി ഏതാ? 2 ജീവികൾ. ആർക്കാ കുട്ടിയൊക്കെ വരറിയാന്ന്? ശാലുമേനനും സരിതനായിരുന്നു. ഫുൾ ടൈം വെളിച്ചല്ലേ? സോളാറല്ലേ? സോളാറ്. പക്ഷെ തുടരുത്, അടിക്കും. അപ്പൊ ഇതോടുകൂടി വെച്ച് കെട്ടാൻ ചോദ്യം അതാ നല്ലത്. ഇനി നിങ്ങൾ ചോദിക്കും. ഇവരിപ്പോ എത്ര ചോദ്യം നമ്മളോട് ചോദിച്ചല്ല. നമ്മളൊരു 3 ചോദ്യം ഓരോട് ചോദിക്കട്ടെ. നമുക്ക് ബുദ്ധി ഉണ്ടോന്നല്ലേ, ഓർക്ക് ബുദ്ധി ഉണ്ടോ നമുക്കറിയണല്ലോ. നമ്മൾ 3 ചോദ്യം ചോദിക്കാൻ പാടും. നിങ്ങൾ ഉത്തരം പറയോ? പറയില്ലേ? അപ്പൊ ഈ മുളക് പൊടി എങ്ങനെയാ ഉണ്ടാക്കണത്? മുളക് ഉണക്കി പൊടിക്കും. മുളക് പൊടിച്ചിട്ട്. മഞ്ഞപ്പൊടി എങ്ങനെ ഉണ്ടാക്കണത്? മഞ്ഞൾ ഉണക്കിയിട്ട് പൊടിക്കും അല്ലേ? മല്ലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണത്? അതങ്ങനെ തന്നെ. മൂക്കുപൊടി എങ്ങനെ ഉണ്ടാക്കണത്? ഉത്തരം കിട്ടുമ്പോ കൊഞ്ഞനെ കേട്ടല്ലേ? അത് വേണ്ട. അല്ല, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടേ, ഇവിടെ നമ്മൾ അറിഞ്ഞ ഒരു സംഗതി ഇട്ടാ. ഇവിടെ 30 ലക്ഷമൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് പ്രധാനമായിട്ട് വന്നത്. കാര്യം പറഞ്ഞിട്ടേ, ആരും അറിയണ്ട. 4 ആക്കി എത്ര കിട്ടും? 7.5 ലക്ഷം റുപ്യല്ലേ? 3 ആളും കൂടി എടുത്തോളി. ഏറിച്ച് ഒരു 5 അമ്മക്ക് എന്താളി 2,500 രൂപ നമ്മളെ കുട്ടിയൊക്കെ എടുത്താളി. ഐഡിയ. മതി, ഒരാരും അറിയരുത്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞതേ, നിങ്ങൾ ഇത്രയും കഴിവുള്ള ഒരാള്
വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാതെ നിങ്ങൾക്ക് ഈ പാട്ട് എഴുതാനുള്ള കഴിവില്ല, സിദ്ധി, അതൊക്കെ ആർക്കെങ്കിലും കൊടുത്തുകൂടെ? കൊടുക്കലുണ്ടല്ലേ നമ്മള്? ആർക്ക് കൊടുത്തു? ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കലുണ്ട്. പക്ഷെ ഓർക്കൊക്കെ എന്താ പ്രശ്നം, നമ്മളെ ടൂളിൽ ഇതുവരെ മാറ്റിക്കാളും. നാടൻ പാട്ട് പറഞ്ഞ ഒരാളുണ്ട്, കലാഭവൻ മണി, നമ്മളെ ഭയങ്കര കമ്പനിക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരും. പാട്ട് മോഷിക്കാനല്ല കേട്ടോ, നമ്മളാണ്ട് എഴുതി കൊടുക്കലാണ്. എഴുതി കൊടുത്തിട്ട് മൂപ്പരെന്താണ് മൂപ്പരെ ടൂളിലാക്കും. അതൊരു കൈവാട്ടാ, അത് വെറും കൈവെന്ന് പറയാൻ പറ്റില്ല. വേണേ കേട്ടോളൂ നിങ്ങള് നോണാരെ വിചാരിക്കൂ. അല്ല, കേക്കാം. ഓടണ്ട ഓടണ്ട ഓടിത്താളേരേണ്ട ഓമന എത്താടി ഒരു ഞമ്മക്കേതാളെ ഞങ്ങൾക്ക് ബോധമില്ല. ഒരു മനുഷ്യൻ നിന്നിങ്ങനെ തൊള്ള കയറി പാടുമ്പോ ഇങ്ങനെ ഓടണ്ട ഓടണ്ട ഇപ്പുറത്ത് കൂടെ ഒരു താഴത്ത് പാടി നമ്മളിങ്ങനെ മുട്ടിത്തരാ. ഓടണ്ട ഓടണ്ട ഓടിത്താളേരണ്ട ഓമന പൂമുഖ പാടിടേണ്ട ഓമന പൂമുഖ പാടാതെ സൂചിച്ചാൽ ഓമന ചുണ്ടത്ത് ഉമ്മ നൽക. ഓടണ്ട ഓടണ്ട ഓടിത്താളേരണ്ട ഓമന പൂമുഖ പാടിടേണ്ട. അപ്പോളേ നമ്മളെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ SMS ഒന്നും ഞമ്മക്ക് വേണ്ട, നല്ലൊരു കജ്ജിടിന്റെ എന്താണ് അതെ സന്തോഷമായി. പിന്നെ നമ്മളെ പറഞ്ഞ ചെക്കന്മാരില്ലേ, നമ്മളെ കോഴിക്കോട്ടത്തെ ദത്തയുടെ ഒരു പേര് ഔലസുണ്ടേ, അപ്പൊ ഒരു ചെക്കന്മാർ നല്ല ചെക്കന്മാരാട്ടാ. കാരണം ഞമ്മക്ക് ഇവിടെ എത്തി പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിച്ച്, എങ്കിലും നിങ്ങളൊക്കെ കണ്ടപ്പോ നല്ല ആൾക്കാരെന്നൊക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് എന്തെങ്കിലും 2 പാട്ട് പാടാനൊക്കെ അവസരം കിട്ടി. അപ്പൊ നല്ല ചക്കന്മാരാണ് അവര്, ഓരങ്ങളൊന്നും ചെയ്യരുത്. ഇന്നാലല്ല ഓരങ്ങളെ നമ്പും വേണ്ട. ഭീമ ജുവൽസ് കൊച്ചി.